വീണ്ടും ലീഡ് ഉയർന്നിരിക്കുന്നു. 12,000 കടന്നിരിക്കുന്നു. 12,067 വോട്ടുകൾക്ക് 12 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ ചേലക്കരയ്ക്ക് ഈ ചേലയിൽ ഒരു കരയേ ഉള്ളൂ, അത് ചുവന്ന കരയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചേലക്കര 12,067 വോട്ടുകൾക്ക് 12 റൗണ്ട് പൂർത്തിയായപ്പോൾ LDF ലീഡ് ചെയ്യുകയാണ്. ചേലക്കര നിസ്സംശയം LDF-നൊപ്പം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വലിയ വിജയമാണ് ചേലക്കരയിൽ LDF നേടിയിട്ടുള്ളത്. നോക്കൂ, തൊട്ടു മുമ്പ് നടന്ന കെ മുരളീധരന്റെ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നു, ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് ചേലക്കര ചൂണ്ടിക്കാണിക്കുന്നു. യെസ്, LDF-നെ സംബന്ധിച്ച് വലിയ 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 രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിജയമാണ് ചേലക്കരയിലെ വിജയം. MS ലിഷോയ് ഉണ്ട്. ലിഷോയ്, 12 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 12,067. ഇനി തിരിഞ്ഞു നോക്കാനില്ല. കൗണ്ടിംഗ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? കൗണ്ടിംഗ് കഴിഞ്ഞു. 13ാം റൗണ്ട് ഉണ്ട്. അതായത് 12ാം റൗണ്ടിന് ശേഷം ഒരു 5 ടേബിളുകൾ കൂടിയുണ്ട്. ആ 5 ടേബിളുകളും കൗണ്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. അതിന് ടാബുലേഷൻ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഈ 12 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ 12,000-ലധികം ഭൂരിപക്ഷം 12,000-ലധികം ലീഡ് ഇപ്പോൾ UR പ്രദീപിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വിജയം 12,000-ലധികം വോട്ടുകൾക്കാണ് എന്നുള്ള കാര്യത്തിൽ സുനിശ്ചിതമാണ്. കൂടാതെ നേരത്തെ കരുതിയിരുന്നത് പോലെ UDF ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാനായി പറ്റിയിട്ടില്ല. ഒരു റൗണ്ടിൽ ലീഡ് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാനായി UDF-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 പഞ്ചായത്തുകളിൽ 9ലും വ്യക്തമായ ലീഡോടുകൂടിയാണ് UR പ്രദീപ് ചേലക്കര മണ്ഡലത്തിൽ വിജയിച്ചു കയറിയിരിക്കുന്നത്. 12,000 നിൽക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനം. 12,067 നിലവിലത്തെ ലീഡ് നില. പക്ഷെ അതിനപ്പുറത്തേക്കും ലീഡ് എടുത്തു തന്നെ പോകും. അതിനപ്പുറത്തുള്ള വലിയ ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ടായിരിക്കും ചേലക്കര അതിന്റെ അക്കങ്ങൾ പൂർത്തീകരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. പരാജയമാണ് UDF ചേലക്കരയിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. 3 മുന്നണികളും അവനവന്റെ സംഘടനാ ശേഷി പരമാവധി വിനിയോഗിച്ചു എന്നുള്ള അവകാശവാദമാണ് ഉന്നയിച്ചതെങ്കിലും അതൊന്നും ചെലവായില്ല. 12,067 വോട്ടിന്റെ ലീഡ് നിലവിൽ UR പ്രദീപിന്. ചേലക്കരയിൽ കൗണ്ടിംഗ് സെന്ററിന് മുന്നിൽ പ്രവർത്തകർക്കൊപ്പം UR പ്രദീപ് കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിടുന്നു. അവിടെയെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഒഫീഷ്യൽ കണക്ക് ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി. എത്രയാണ് ഭൂരിപക്ഷം എന്നതിൻ്റെ കണക്ക് മാത്രം വന്നാൽ മതി എന്ന സ്ഥിതിയാണ്.